ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരുന്നാളിൻ്റെ വീഡിയോ ആണ്. പെരുന്നാളിൻ്റെ വീഡിയോ ഇടാൻ 2 ദിവസം വൈകി. പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ ആയി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട്. ഇപ്പോൾ വീഡിയോ ഇടാനൊന്നും പഴയ മാതിരി ഒരു ഉഷാറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീഡിയോ ഒക്കെ ഇടലൊക്കെ കുറവാണ്. അപ്പോൾ അതാ രാവിലെ തന്നെ 6:30-7 മണിയാവണുള്ളൂ. ഇവിടെ പള്ളിയിൽ പോകാൻ വേണ്ടി മാറ്റി റെഡി ആയിക്കുകയാണ്. അപ്പോൾ 8 മണിയാകുമ്പോഴത്തേനും പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അതാ കണ്ണാടിൻ്റെ മുന്നിൽ നിന്ന് സ്റ്റൈലാക്കുകയാണ്. അപ്പോൾ 4 ദിവസം മുന്നേ തന്നെ അപ്പച്ചനെ ഏൽപ്പിച്ചിരിക്കണു, പള്ളിക്ക് വരുന്ന ഏൽപ്പിച്ചിരിക്കണു. അപ്പോൾ ഇവിടുന്ന് ഇവർ മാറ്റിയിട്ട് പോയി. ഇവിടുന്ന് മേലെ നിന്ന് ഇളയച്ചൻ്റെ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടെ പള്ളിയിലേക്ക് പോയി. അപ്പോൾ ഇപ്പച്ചി രാവിലെ മാറ്റി. ഇപ്പച്ചിനോട് ഇന്നലെ രാത്രിയിൽ ഞാൻ ചിക്കൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അത് കൊണ്ടുവന്നില്ല. അപ്പോൾ അത് രാവിലെ പോയിട്ട് കിട്ടാൻ നേരം വൈകി. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് വേഗം അത് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചോടുകൂടി ഇവനെ കൂട്ടി വേഗം പോകും കേട്ടോ. നേരം വൈകിയെന്ന് പറഞ്ഞിട്ട് വേഗം സ്പീഡിൽ പോയതാണ്. അപ്പോൾ എനിക്ക് അത്രയ്ക്കേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളെ മുത്തുമോനെ വീഡിയോ എടുക്കാൻ തന്നെ അയച്ചിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഓനൊരു വീഡിയോ ഞാൻ എടുക്കാനും വിടില്ല. ഇതാ പിന്നെ ഒരു പോയതിൻ്റെ ശേഷം ഞാൻ ചിക്കനൊക്കെ കഴുകി റെഡിയാക്കിയതാ. വെള്ളമൊക്കെ തുണി കൊണ്ടൊന്ന് തുടച്ചു കൊടുക്കുക ചെയ്തത്. അല്ലാതെ പിന്നെ അത് വെള്ളം വാരാൻ വെക്കാനൊന്നുള്ള സമയമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മണി ആയിട്ടുള്ളൂ. പക്ഷേ എന്നാലും നേരത്തെ ആക്കി വെച്ചാലല്ലേ ഒരു സമാധാനമുള്ളൂ. അപ്പോൾ പിന്നെ മന്തിയായിരുന്നു. മന്തിക്കുള്ള ചിക്കനൊക്കെ റെഡിയാക്കി. അപ്പോൾ ആ മസാല തേക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി അവിടെ ഒരുക്കി വെച്ചതാണ്. നേരത്തെ ഭക്ഷണം അവിടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു സമാധാനമാണല്ലോ അല്ലേ. ഭക്ഷണം ആയിട്ടില്ലെങ്കിൽ പിന്നെ അത് പിന്നെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഒരു പള്ളിയിൽ നിന്ന് വരുമ്പോഴത്തേനും അതൊക്കെ റെഡിയാക്കി അവിടെ വെച്ച് ദമ്മിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേഗം നമ്മളെ പണികളൊരുക്കി തിരുമ്പലും കൂടിയൊക്കെ കഴിഞ്ഞാൽ സമാധാനമാണല്ലോ. പക്ഷേ ഞാൻ ഇതിൻ്റെ മുന്നേ തന്നെ എൻ്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റോടു കൂടി ഞാൻ തിരുമ്പി. അപ്പോൾ രാവിലെ ചായക്ക് കടി ഉണ്ടാക്കില്ല, പുട്ടുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ തലേന്ന് 29ാമത്തെ നോമ്പ് നമുക്ക് പ്രാവശ്യം 29 നോമ്പെല്ലാം കിട്ടിയിട്ടുള്ളൂ. അപ്പം 29ാമത്തെ നോമ്പിൻ്റെ അത് ഭയങ്കര മടി കടി ഉണ്ടാക്കാൻ. അപ്പോൾ എന്തായാലും വീട്ടിലന്ന് പൊറോട്ട ഉണ്ടത്. പൊറോട്ട കൊണ്ടുവന്നത് ഇവിടെ കോട്ടപ്പുറത്ത് എവിടെയും പൊറോട്ട കിട്ടില്ല. അപ്പോൾ മുത്തുമോന് പാലോട് നിൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ അവിടുന്നേ പൊറോട്ട വാങ്ങിച്ചിട്ടാണ് വന്നത്. മുത്തുമോൻ പോയിട്ട് പിന്നെ 10-15 ദിവസമായിരുന്നു. മുത്തുമോനോട് പെരുന്നാളായിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഉമ്മ അവിടെ നിന്ന് തന്നെ ഓനെ പൊറോട്ടയൊക്കെ വാങ്ങിച്ച് കൊടുത്തയച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ ആ പൊറോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പെരുന്നാൾ നാളെയെന്ന് അറിഞ്ഞോടുകൂടി തന്നെ പിന്നെ ആരും ഒന്നും കഴിച്ചില്ല. അപ്പോൾ ആ പൊറോട്ട അങ്ങനെ ഇരുന്നിരുന്നു. അപ്പോൾ അതന്നെ രാവിലെ ചായക്ക് കടിയായിട്ട് കൊടുത്തത്. അതുകൊണ്ട് രാവിലെ കടിയൊന്നും ഞാൻ ഉണ്ടാക്കാൻ നിന്നില്ല. അപ്പോൾ പിന്നെ മന്തിക്കുള്ള മസാലയൊക്കെ നമ്മുടെ ക്യാപ്സിക്കം, അതുപോലെ തന്നെ നമ്മളെ മല്ലിയിലയും അങ്ങനെ എല്ലാതും ഇതുപോലെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് മാഗി ക്യൂബെല്ലാം എടുത്ത് വെച്ച് ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് മസാല തേച്ച് 1 മണിക്കൂർ നേരം വെച്ചാലല്ലേ ഉള്ളൂ അത് ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണ്ട. എന്നാലല്ലേ ഒന്ന് ശരിയാവുള്ളൂ. അല്ലാതെ നമ്മൾ മസാല വെച്ച് അപ്പക്കപ്പളേ അത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും വീട്ടിൽ വേഗം അത് മസാല തേച്ച് വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഉണ്ടായി. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ കാലത്തെ സാധനം കിട്ടണം. അപ്പം ഞാൻ കാക്കുനോട് പറഞ്ഞിരുന്നു, തലേന്ന് വിളിച്ച് ഞാൻ പറഞ്ഞു പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിരുന്നു. മല്ലിച്ചപ്പും നാരങ്ങ കിട്ടാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും ചിക്കനും വാങ്ങി വരാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സുബൈക്ക് ചിക്കനൊക്കെ തുറക്കും. അപ്പോൾ സുബൈക്ക് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 6 മണി 6:30 ആയപ്പോൾ ചിക്കനും റെഡി ആയിരിക്കും ഇത്ര. പക്ഷേ ഈ മല്ലിയിലയും അതുപോലെ തന്നെ ക്യാപ്സിക്കും നാരങ്ങയും കിട്ടിയില്ല. അപ്പോൾ ഇത് കാര്യമായിട്ട് കിട്ടിയാലല്ലേ ഉള്ളൂ ഇതിലൊന്ന് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കിട്ടാൻ നേരം വഴിക്കും. അപ്പോൾ എനിക്ക് ആകെ ദേഷ്യം വരും തുടങ്ങി. പക്ഷെ എന്നാലും 7 മണിയായപ്പോഴത്തേനും 7 മണി 7:30 ആയപ്പോഴത്തേനും കിട്ടി കേട്ടോ. അപ്പം ഞാനിതാ അതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പിന്നെ നമ്മൾ അരി ബസുമതി റൈസാണ്. അപ്പോൾ അത് വെള്ളത്തിൽ കഴുകിയിട്ട് അത് വെള്ളത്തിൽ ഇതുപോലെ ചെമ്പട്ടിയിൽ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതും ഒരു 1.5 മണിക്കൂർ നേരം അവിടെ വെള്ളത്തിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതും അങ്ങനെ കഴുകി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വൈറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിക്കുന്നത്. ഗോൾഡല്ല, വൈറ്റ് റൈസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. വൈറ്റ് ആകുമ്പോൾ പിന്നെ വേഗം വെന്ത് കിട്ടും. ഗോൾഡ് ആകുമ്പോൾ പിന്നെ വേവ് കുറച്ച് അധികമുള്ള സംഭവമാണ്. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പമാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വൈറ്റാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഗ്യാസിന്മേലാണ് ഞാൻ മസാല റെഡിയാക്കുന്നത്. ഗ്യാസിന് അടുപ്പിൽ ചോറിനുള്ള വെള്ളം വെച്ചെടുത്ത് അപ്പോൾ പെട്ടെന്ന് രണ്ടും ഒരുപോലെ ഒപ്പമായി കിട്ടുമല്ലോ. അപ്പോൾ ഇത് അടുക്കളയിലും ചോറിനുള്ള വെള്ളം പുറത്തുമാണ് കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ഞാൻ ഇളയച്ചിൻ്റെ അടുത്ത് മേടിച്ചുകൊണ്ടതാണ്. എൻ്റെ അടുത്തില്ല. ഇതിൻ്റെ ചെറിയൊരു ചട്ടി മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ വേറെ അല്ല. അപ്പോൾ ഒരുപാട് ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇത് ഒന്നിച്ച് വെക്കണമെങ്കിൽ ഒരു ചട്ടി വലിയ ചട്ടിയാണ് വേണം. അപ്പോൾ ഇതൊരു 1.5 കിലോ വേവുന്ന ഒരു ചട്ടിയാണ്. പക്ഷേ ഇതിൽ ആ ഒരു 2 കിലോ അരി ഇട്ടിട്ടായിരുന്നു വെക്കണത്. അപ്പോൾ
ഇളയച്ചി ഉമ്മയും ഓരെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി പെരുന്നാൾ, ആദ്യത്തെ പെരുന്നാൾ ഇവിടെ ആയിരുന്നു. ഞങ്ങൾക്ക് പെരുന്നാളുടെ അന്ന് ഞങ്ങളെല്ലാവരും ഇവിടെ കൂടിയത്. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ അവിടെ കൂടി. അപ്പോൾ ഞങ്ങൾ നാത്തുമാരൊക്കെ വന്ന് ഞങ്ങളങ്ങനെ രണ്ടാമത്തെ ദിവസം ഇളയച്ചൻ്റെ വീട്ടിലാണ് കൂടിയത്. അപ്പോൾ പെരുന്നാളുടെ അന്ന് ഇവിടെ ആക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും ഞങ്ങളിവിടെ കൂടി. അപ്പോൾ 2 കിലോ അരി ഇട്ടിട്ടായിരുന്നു ഞാൻ വെച്ചത്. അപ്പോൾ എന്തായാലും ഈ ചട്ടിയിൽ ചോറ് ആവില്ല. അപ്പോൾ ഞാൻ പിന്നെ വേറൊരു ചെമ്പട്ടി കൊണ്ടുവന്നിട്ട് അതിലാണ് ഞാൻ ദമ്മിട്ട് വെച്ചത്. അപ്പോൾ ഈ ഇറച്ചി ചിക്കൻ ഒന്നിച്ചിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ ചട്ടി കൊണ്ടുവന്നു. അല്ലെങ്കിൽ ചെറിയ ചട്ടി ആകുമ്പോൾ 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ ഇത് വേവിച്ചെടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒന്നിച്ചാകുമ്പോൾ എല്ലാം ഒറ്റ ഇതിൽ വെന്ത് കിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെ അതാണ് ഇതാ പുറത്തടുപ്പിൽ തീ കൂട്ടി ഞാൻ ചോറിനുള്ള വെള്ളം ഞാൻ അവിടെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചോറും ഒപ്പാകും, അതുപോലെ തന്നെ മസാല ആക്കുന്നതും അതും രണ്ടും ഒപ്പം ഇങ്ങോട്ടായി കിട്ടും. അപ്പോൾ അത് എന്താ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കാലത്ത് ഞാൻ അലക്കി തിരുമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് അയലും കൂടെ അങ്ങനെ അവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ പുറത്താണ് ഈ അടുപ്പ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഈ പുറത്തായതുകൊണ്ട് തന്നെ ഇവിടെ വേഗം വെയിൽ വരും. ഒരു 8-9 മണിയാകുമ്പോഴത്തേനും ഇവിടെ വെയിൽ വരും. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേനും ഈ ചോറൊക്കെ അങ്ങോട്ട് വേവിച്ച് ദമ്മിട്ട് വെച്ചാൽ പിന്നെ വെയിൽ നമുക്ക് വിഷയമല്ലല്ലോ. അതുകൊണ്ട് തന്നെ വേഗം അതിന് നന്നായി. പിന്നെ മന്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിൽ വീഡിയോയിൽ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് ഫുള്ളായിട്ട് കറക്റ്റായിട്ടൊന്നും ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ അത് അതിൽ എല്ലാ സാധനവും കുരുമുളകും അതുപോലെ തന്നെ ഏലക്കായും പട്ടി എല്ലാം അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാനതിൽ ഒരു ചെറുനാരങ്ങയും പിഴിഞ്ഞൊഴിച്ചു. അതുപോലെ കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബസുമതി റൈസ് ആകുമ്പോൾ നല്ല പശളരിയാണ്. അപ്പോൾ അത് ഒട്ടിപ്പോകും. അപ്പോൾ അത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇത് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ചോറ് ഒട്ടിപ്പോകില്ല. അതിനു വേണ്ടി ചെയ്യണതാണ്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയിട്ട് മസാലയ്ക്ക് ഒരു ഭാഗമൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുള്ള് തീയിൽ വെച്ച് കൊടുത്തിട്ടാണ് മസാല വേവിക്കുന്നത്. എന്നാലത് വേഗം ആയി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒപ്പം ഒന്ന് രണ്ടാമതും മറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ ആ ചോറിനുള്ള വെള്ളം തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ അതിൽ അരി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് അങ്ങോട്ട് ആയി കിട്ടുള്ളൂ എന്നുള്ള വിചാരിച്ചിട്ടാണ്. ഈ അടുപ്പ് നല്ല സൂപ്പർ അടുപ്പാണ് കേട്ടോ. പുറത്താണെന്നുള്ള ഒറ്റൊരു വിഷയമുള്ളൂ. പക്ഷേ നല്ല പോലെ കത്തും. തീയാണ്ട് കത്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെന്നായി കിട്ടുമെന്നറിയാം. അതുപോലെ ചോറാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പത്തിരി ഉണ്ടാക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിലൊക്കെ ചട്ടിയും കിട്ടി ചൂടായി കിട്ടിയിട്ടുണ്ട്. എളുപ്പമായിട്ട് നമ്മൾ ഇപ്പോഴത്തെ ആലുവടുപ്പ് മാതിരി ഒന്നുമല്ല. എനിക്ക് എന്നും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ആലുവടുപ്പ്. അപ്പോൾ തന്നെ ഞാൻ അരി കഴുകി ഊറ്റിയെടുത്ത് കൊണ്ടിട്ടുണ്ട് കേട്ടോ, അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇതിതാ ഇപ്പം തന്നെ വെന്ത് കിട്ടും. ഇതിനധികം സമയമൊന്നും വേണം. നല്ലോണം തീയങ്ങ് കത്തിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ആയി കിട്ടും. നമ്മൾ ആലുവടുപ്പിലൊക്കെ നമ്മൾ തീ എത്ര നേരം നമ്മൾ കത്തിച്ചാലും ശരിയാവില്ല. ഒന്ന് കത്തി കിട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ ഇളയച്ചൻ്റെ വീട്ടിലത്തെ ആ അടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു അടുപ്പാട്ടോ. അതിൽ കത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തീ ഉണ്ടാവും. പിന്നെ അത് കത്തും. അതിൽ ഞാൻ പിറ്റേന്ന് ഞങ്ങൾ ബിരിയാണി അവിടെയാണ് വെച്ചത്. പിറ്റേന്ന് ഞങ്ങൾ അവിടെയാണ് പരിപാടി. അപ്പോൾ അവിടെ നിന്ന് ബിരിയാണി ഞങ്ങൾ വെച്ചത് 2 കിലോൻ്റെ ബിരിയാണി ഞങ്ങൾ അന്ന് അവിടെ വെച്ചത്. അപ്പോൾ അതിൽ ഇതേപോലെ തന്നെ അടുപ്പിൽ തീ കത്തിച്ചിട്ട് ചോറിനൊക്കെ വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ട് എളുപ്പമായി കിട്ടിയിട്ടോ. അപ്പോൾ എനിക്കതിൽ കത്തിക്കാനാവില്ല. അപ്പോൾ എനിക്ക് കത്തിച്ച് തന്നിട്ട് അതിൽ വെള്ളം വെച്ച് കൊടുത്ത് അത് ഇതുപോലെ തന്നെ നല്ല കത്തുന്നുണ്ട്. അത് വലിയ അടുപ്പാണ്. സാധാ ആലുവടുപ്പിൽ ചെറിയ അടുപ്പല്ല, വലിയ അടുപ്പാണ്. നല്ല കത്തുന്നുണ്ട്. പക്ഷേ അധികം അടുപ്പുകൾ ഞാൻ കണ്ടിട്ടുള്ളത് കത്തലില്ല. അപ്പോൾ അതാ ചിക്കനൊക്കെ ഞാൻ പൊരിച്ച് ഇങ്ങനെയായിട്ട് മാറ്റി വെച്ച് ഞാൻ ദമ്മ് കൂട്ടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഇനി ദമ്മ് കൂട്ടിയതിൻ്റെ ശേഷം അത് അടുപ്പത്തന്നെ പുറത്തന്നെ അടുപ്പത്തന്നെ വെച്ച് കൊടുക്കാൻ നേരത്തെ. അപ്പോൾ ആ നമ്മൾ ചിക്കൻ പൊരിച്ച ആ മസാല ഉണ്ടല്ലോ, അതാണ് ഈ ചെമ്പട്ടിക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എണ്ണയായിട്ട് സൺഫ്ലവർ ഓയിലാണത്. അപ്പോൾ അത് നമ്മൾ ആ ഒഴിച്ച് കൊടുത്ത എണ്ണ അതേപോലെ തന്നെ അതിലുണ്ടാവും. അപ്പോൾ ആ ചോറൊക്കെ ഞാനിവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണ അതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ മൊത്തത്തിലൊന്നും അങ്ങോട്ട് ചുറ്റി കൊടുത്തിട്ട് അതിൽ ഞാൻ ചോറിട്ട് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ഞാൻ ചോറ് ഫുൾ അടിയിലിട്ട് കൊടുത്ത് മേലെ ഇതുപോലെയാണ് ഞാൻ ചിക്കൻ വെച്ച് കൊടുക്കുക. മേലെ ഇതുപോലെ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് നമ്മളിതിൽ തീയിട്ട് കൊടുത്താലുണ്ടല്ലോ, പുകച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പുകൻ്റെ ചൂര ചിക്കനൊക്കെ നല്ലപോലെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പിന്നെ അൽഫാമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാക്കാരം കേട്ടോ ആ ചിക്കന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുകളിൽ ചിക്കൻ ഇട്ട് കൊടുക്കാതെ അടിയിലിട്ട് കൊടുത്തിട്ട് ചെയ്യണവരിങ്ങനെ ഒരു വട്ടം മുകളിൽ ഇട്ട് കൊടുത്തൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ അറിയാതെ ഏതാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ അതാ ഞാനൊക്കെ റെഡിയാക്കി ദമ്മിട്ട് കൊടുത്തു. അപ്പോൾ ദമ്മിൻ്റെ മേലെ ഞാൻ അമ്മിക്കുട്ടിയാണ് വെച്ച് കൊടുക്കൽ എപ്പോഴും. അപ്പോൾ എനിക്കിവിടെ അമ്മിക്കുട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു ചെരുവത്തിൽ വെള്ളമാക്കിയിട്ട് വെള്ളം നിറച്ചിട്ട് അതാണ് ഞാൻ വെച്ച് കൊടുത്തത് കേട്ടോ. ഇപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ദമ്മ് പൊട്ടിച്ച് ചോറ് വിളമ്പാൻ വേണ്ടി നോക്കിയിരുന്നു കേട്ടോ. ചോറ് വിളമ്പാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്നൊക്കെ വന്ന് പിന്നെ അന്ന് എളാപ്പാക്ക് വയ്യാതായി. പള്ളിയിൽ നിസ്കരിക്കാൻ പോയടുത്ത് വയ്യാതായതുകൊണ്ട് പിന്നെ ഇവർ കാക്കൊക്കെ പോയിരുന്നിട്ട് പിന്നെ ഇവർ വരാൻ നേരം വഴുകി. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുട്ടികൾക്ക് ആദ്യം ചോറ് കൊടുത്തു കേട്ടോ. കുട്ടികൾക്ക് ചോറ് കൊടുത്തതിന് ശേഷം പിന്നെ കാക്ക വന്നതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കഴിച്ചത്.
അപ്പോൾ ഞാൻ ആ ചിക്കനൊക്കെ അതൊന്നും അങ്ങോട്ട് എടുത്ത് മാറ്റുകയാണ്. ചിക്കനോട്ട് എടുത്ത് മാറ്റിയിട്ട് ചോറ് മൊത്തത്തിലൊന്നും അങ്ങോട്ട് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ എടുത്ത് മാറ്റുക. അല്ലാതെ ചിക്കനോട് കൂടി അത് ഇളക്കി കൊടുത്താൽ മൊത്തത്തിൽ കുഴഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഒന്നും ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ഇതൊക്കെ ബേസിക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മാറ്റിയതിന് ശേഷം ഞാൻ ചോറിനെ മൊത്തത്തിൽ ഇങ്ങോട്ട് ഇളക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം മന്തിയൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ചോറ് കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും വന്നിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കുട്ടീനെ ഉറക്കി ഞങ്ങളെല്ലാവരും ഒന്ന് കടന്നുറങ്ങി കേട്ടോ. കടന്നുറങ്ങിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹാളിലെല്ലാവരും നന്നായിട്ട് കടന്നുറങ്ങി കേട്ടോ. കടന്നുറങ്ങിയിട്ട് ഞങ്ങൾ വൈകുന്നേരത്താണ് ഞങ്ങളെല്ലാവരും എണീറ്റത്. വൈകുന്നേരത്ത് എണീച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും പിന്നെ എല്ലാം കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ കുട്ടി പിന്നെ ഞങ്ങൾ പലയിടത്തുനിന്ന് പോയി വന്നു. അതിന് ശേഷം ഇളച്ച് പോകാൻ വേണ്ടി നിന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു കുട്ടീനെ ഇവിടെ തന്നെ ഉറക്കി കിടത്തെ, എന്നിട്ട് ഉമ്മാനെ ഇവിടെ ആക്കിയിട്ട് നമുക്ക് വെറുതെ ഒന്ന് കോളേജിൻ്റെ അടുത്ത് പോകാമെന്ന് കുട്ടികളെ ഫോട്ടോ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ കുട്ടികളെ അങ്കലവാടിയാണിത്, ഞങ്ങളുടെ അടുത്ത് അങ്കലവാടിയാണ്. അപ്പോൾ ഓരോ അങ്കലവാടിയിലൊന്ന് കയറി കളിച്ചതാണ്. അപ്പോൾ ഞാൻ ഇളയച്ചനങ്ങനെ കാത്തിക്കായിരുന്നു. അപ്പോൾ വരാൻ നിന്നപ്പോൾ ഇവരവിടെ അങ്കലവാടിൻ്റെ അവിടെ കുറേ നേരം കളിച്ച്. അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ കോളേജിൻ്റെ അവിടെ പോകണേ, വുമൺസ് കോളേജാണ്. അപ്പോൾ ആ കോളേജിൻ്റെ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ചെടിയും പൂവും അതുപോലെ തന്നെ നല്ല ഒരിതുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാം. പക്ഷേ കുട്ടികൾ ചെരുപ്പൊക്കെ മാറ്റി, ഇപ്പോൾ പഴയ ചെരുപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനും അവൻ്റെ ഡ്രസ്സും മാറ്റിയിരുന്നു, പഴയ ഡ്രസ്സായിട്ട് ഇങ്ങനെ ഫാൻ്റെ പുതിയത്, ഷർട്ട് പഴയത്, അങ്ങനെയൊക്കെയാണ്. മറ്റൊരു ചെരുപ്പ് ഊരിയിട്ടിട്ടുണ്ട്, ഷർട്ടും ഫാൻറ്റും പിന്നെ ഊരിയിട്ടിട്ടില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളങ്ങോട്ട് ചെന്നപ്പോൾ അവരെ അവിടുത്തെ ഒരു കൂട്ടത്തിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി കയറിയിരുന്നു. അപ്പോൾ കുട്ടികൾ അവിടെ കയറിയപ്പോൾ അവിടെ അക്കോറി ഉണ്ട്, മീനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കാണാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ അത് കാണാൻ പോയപ്പോൾ ഞാനും ഒന്നിട്ട് കയറിപ്പോയത്. സത്യം പറഞ്ഞാൽ ഞാനിത് അവിടെ കണ്ടിട്ടില്ല. അപ്പം ഞാനൊന്നത് കാണാൻ വേണ്ടി പോയതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിറങ്ങി പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. കുട്ടികളെ കുറേ ഫോട്ടോ കുറേ സെൽഫിയൊക്കെ എടുത്ത് കുറച്ച് സമയം അവിടെയൊക്കെ ഞങ്ങൾ ഇരുന്ന്. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി നിന്നപ്പോൾ തന്നെ അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആ സമയത്തേക്ക് കാക്കുവിനോട് പനി വന്നിട്ട് നല്ല പനി. എന്നിട്ട് ഞാൻ പാരസെറ്റാമോളും കൊടുത്ത് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഞങ്ങൾ പോയവിടത്ത് ഞങ്ങൾക്ക് നിൽക്കാനൊരു തൊയിലെന്ന് പറഞ്ഞത് ഞങ്ങൾ അമ്മായിമ്മ തന്തേനെ വിളിച്ചോടിയിരിക്കുകയായിരുന്നു കേട്ടോ വരാൻ പറഞ്ഞിട്ട്. ഞങ്ങളെന്തായാലും പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളിവിടുത്തെ വുമൺസ് കോളേജ്. അപ്പോൾ അതാ ഇളയച്ചൻ്റെ മോളാണിത്. അപ്പോൾ ഒരു ഡ്രസ്സൊക്കെ ഊരിയിട്ടിരുന്നു. അപ്പോൾ ഇനി അവിടുന്ന് ഫോട്ടോ എടുക്കുന്ന പറഞ്ഞപ്പോൾ ഒരു ഡ്രസ്സൊക്കെ വേഗം എടുത്ത് ഇട്ടതാണ് കേട്ടോ. മുത്തുമോൻ ഇതേപോലെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തുമോൻ കടന്നുറങ്ങിയിട്ട് വിളിച്ചിട്ട് എണീറ്റാൽ ഞങ്ങൾ മുത്തുമോനെ കൂട്ടാതെ ഞങ്ങൾ പോയിട്ടോ. മോനെ കൊണ്ടുപോയില്ലേ ഞങ്ങൾ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി. ഞങ്ങൾ പിന്നെ ബാങ്ക് കൊടുക്കാൻ നേരത്താണ് പോകുന്നത് കേട്ടോ. എന്തപ്പോൾ പെരുന്നാളായിട്ട് എന്തായാലും വീട്ടിലേക്കൊന്നും പോയില്ല. അപ്പോൾ പിന്നെ എതിരേലൊക്കെ ഒന്ന് നടക്കണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളൊന്ന് ഇറങ്ങിപ്പോയതാണ്. ഇടുക്കിയിലൊക്കെ കുട്ടികളെയും കൊണ്ടൊന്ന് ഇറങ്ങിപ്പോണ്ടേ ഒരു രസമല്ലേ, അങ്ങനെ പോയതാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കോളേജിൽ അവിടുത്തെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അപ്പം ഞങ്ങളെ കോട്ടേജിൻ്റെ അവിടെ തന്നെ താമസിക്കുന്ന ഒരു ചേച്ചി ഒരു ഇവിടെ വളാഞ്ചേരിയിൽ വിളിച്ചിട്ട് അപ്പോൾ ഇവർക്ക് ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടീൻ്റെ അമ്മ ജോലിക്ക് പോകുന്നതാണ്. അപ്പോൾ ആ അമ്മ ജോലിക്ക് പോകുന്ന കാരണം ആ ചേച്ചിയെ കുട്ടീനെ കൊണ്ട് ഇങ്ങനെ നടക്കും. പക്ഷെ അന്ന് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് എന്തൊക്കെയോ ജോലിയുടെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ ചെയ്യാനുണ്ട് പറഞ്ഞിട്ട് മോനെ കൊണ്ട് അമ്മനോട് പുറത്തേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ അമ്മ അങ്ങനെ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ ചേച്ചിയും ഉണ്ടായിരുന്നു, ആ കുട്ടിയും ഉണ്ടായിരുന്നു കേട്ടോ കോളേജിൻ്റെ അവിടെ. അപ്പോൾ ഓരെപ്പോഴും വൈകുന്നേരത്തും എല്ലാ ടൈമിലായിട്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഉണ്ടായിരുന്നു. പിന്നെ അതാ ഈ കോളേജിൻ്റെ അവിടെ തന്നെ ഒരു പള്ളിയുണ്ട് കേട്ടോ, സംസ്കാരപ്പള്ളിയുണ്ട്. അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ ഇരുന്നിട്ടും ഫോട്ടോ എടുത്തിട്ടും അങ്ങനെയൊക്കെ അങ്ങോട്ട് സമയം കൂട്ടി ഞങ്ങൾ. പെരുന്നാളായപ്പോൾ ആയതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനില്ല കേട്ടോ. എല്ലാവരും വീട്ടിലേക്കും പോയിക്കണം. ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പോകാത്തത്. ഞങ്ങളെന്തായാലും പെരുന്നാളുടെ പിറ്റേന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചില്ല. അപ്പോൾ പിറ്റേന്ന് നാത്തുമാർ വരുന്നുണ്ടോ, പിന്നെ എന്തായാലും അന്നും പോയില്ല. പിന്നെ ഇപ്പോൾ ഇളയച്ചി പോയിക്കണം, ഞാൻ പോയിട്ടില്ല, പോകണം വീട്ടിലേക്കൊന്ന്. അപ്പോൾ അവളെ വീട്ടിൽ നിന്ന് ഒരു മൂന്നാർക്ക് ടൂർ പോകണമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും പാടെ അങ്ങനെ മൂന്നാർക്ക് പോയിക്കുകയാണ്. ഇളയച്ചിയും കുട്ടികളും ഓളാങ്ങളെയും ഇമ്മി വാപ്പിയൊക്കെ ആയിട്ട് ഓരങ്ങനെ പോയിക്കണം, വന്നിട്ടില്ല. ഞങ്ങളിവർ ചെറിയ കുട്ടികളാകുമ്പോൾ ഈ കോളേജിൻ്റെ പണി നടക്കുന്ന സമയത്ത് അന്ന് ഇവിടെ കുട്ടികൾ ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിൽ ഇവർക്കൊരു 6 മാസമായ സമയത്തൊക്കെ ഞങ്ങൾ ഇവരെ അങ്ങോട്ട് വീട്ടിലിരുന്നിട്ട് ഇവർ കരഞ്ഞിട്ടും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് കുത്തിയിട്ട് ഇതാക്കുമ്പോൾ ഞങ്ങൾ ഇതുപോലെ ഇറങ്ങിപ്പോയിട്ട് ഇവിടെ പോയി ഇവരെ ഇരുത്തി കുറേ നേരം കളിപ്പിച്ചിട്ട് ഞങ്ങൾ ബാങ്ക് കൊടുക്കാൻ മഗ്‌രിബ് കൊടുക്കാൻ സമയത്തൊക്കെ ആയിരുന്നു അപ്പോൾ അന്നൊക്കെ വന്നിരുന്നത്. അന്നങ്ങനെ ഞങ്ങൾ ഇവരെ കൊണ്ട് ഇവിടെ ഈ പോയി ഇരിക്കലുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞങ്ങളെ കോട്ടയത്തെ ചേച്ചിൻ്റെ കുട്ടിയാണ് കേട്ടോ അത്. അപ്പോൾ ആ കുട്ടിക്ക് ഇവരെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇവരെല്ലാവരും പാടെ കുറേ സമയം അവിടെ അങ്ങനെ കളിച്ചു.
പിന്നെ കോളേജ് ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കോളേജ് കുട്ടിക്കല്ലേ, അതുകൊണ്ട് പിന്നെ അവിടെ പോയി ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ പിന്നെ കുട്ടികളുണ്ടാവും. പിന്നെ ഞങ്ങളങ്ങനെ കുറേ സമയം അവിടെ അങ്ങനെ കളിച്ച്, പിന്നെ അവിടെ നിന്ന് അങ്ങനെ അപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ, അങ്ങനെ ഒരു വളപ്പ്. അപ്പോൾ ആ തെക്ക് ഇങ്ങനെ തെങ്ങ് വളപ്പ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്രയും കാലമായിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊന്നും കയറി നോക്കിയിട്ടില്ല. അപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു, എന്നാൽ നമുക്കൊന്ന് അതിൻ്റെ ഉള്ളിൽ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒന്ന് കയറിപ്പോയതൊക്കെയാണ് കേട്ടോ. തെങ്ങ് വളപ്പ് എന്നോ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ എന്തൊക്കെയോ പറയും. അപ്പോൾ ഈ പറയുന്നത് കേൾക്കുക എന്നല്ലാതെ പുറത്തുനിന്ന് റോട്ടിൽ കൂടി പോകുമ്പോൾ ഇങ്ങനെ കാണുക എന്നല്ലാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ മൊത്തത്തിൽ ഞങ്ങൾ കയറി നോക്കിയിട്ടില്ല. എന്നാൽ പിന്നെ നമുക്ക് അതിൻ്റെ അവിടെയും കൂടി ഒന്ന് പോയി നോക്കി പോരാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്നാൽ അവിടെ കാണാൻ വേണ്ടിയിട്ട് ആ കുട്ടികളെ കൊണ്ട് എന്തായാലും കുട്ടികളെ കൂടെ നടക്കില്ല, എന്നാൽ നമുക്ക് അവിടേക്കും കൂടി ഒന്ന് പോരട്ടെ. ഞങ്ങൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ മൊത്തം കയറിപ്പോഴ കവുങ്ങും തെങ്ങും എന്തൊക്കെയോ സാധനം. പിന്നെ അവിടെ ഒരു പഴയൊരു കെട്ടിടുണ്ട്, അതുപോലെ അവിടെ കുറച്ച് പശുക്കളുണ്ട്. അത് അപ്പുറത്തുള്ള ഒരു കാക്കാൻ്റെ ഒരു അബ്ബാസ് കാക്ക എന്നുള്ള കാക്കാൻ്റെ പശുക്കളാണ്. അങ്ങനെ പശുക്കളുണ്ട്. അപ്പോൾ അതിറ്റകളൊക്കെ ഒന്ന് പോയി കണ്ട് ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അതിലൊക്കെ ഇങ്ങനെ നടന്ന് പോകും. നല്ല തണുപ്പാണ് കേട്ടോ, നല്ല പച്ചപ്പുണ്ട്, അതുപോലെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് സമയം അതിലേക്ക് ഒന്ന് നടന്നു. പിന്നെ അന്നത്തെ വീഡിയോ കഴിഞ്ഞ് ഇത് പിറ്റേന്നത്തെ വീഡിയോ ആണ്. ഇത് ഇളയച്ചൻ്റെ കൂടെ ആയിരുന്നു പിറ്റേന്നത്തെ പരിപാടി. ഞാൻ പറഞ്ഞല്ലോ രാത്രിയിലായിരുന്നു കേട്ടോ പരിപാടി. അപ്പോൾ രാത്രിക്ക് ആയതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാം. പക്ഷേ ബീഫ് ബീഫൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നു, വേവിച്ചൊക്കെ വെച്ചിരുന്നു. അങ്ങനെ കുറേ പണികളൊക്കെ രാവിലെ തന്നെ ചെയ്ത് വെച്ചിരുന്നു. പിന്നെ അസ്രസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ബീഫ് വെക്കുകയൊക്കെ ചെയ്തത്, ബിരിയാണി വെക്കുകയൊക്കെ ചെയ്തത്. പിന്നെ മഗ്‌രിബ് കൊടുക്കണതിൻ്റെ മുന്നേ അത് റെഡിയായി കിട്ടുന്നത്. അപ്പോൾ ഞാൻ അധികം വീഡിയോ ഒന്നും അവിടെ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ മൊത്തത്തിലൊന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ കുറച്ചൊരിത്തിരി വീഡിയോ മാത്രമേ ഞാൻ അവിടെ എടുത്തിട്ടുള്ളൂ. അവിടുത്തെ മൊത്തം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കുറച്ചൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ഇട്ടുമെന്ന് മാത്രം. അപ്പോൾ അതൊറ്റക്കായിട്ടൊരു വീഡിയോ ഇടാനൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി കണ്ട് ഇട്ടാൽ മതി അതെന്ന് വിചാരിച്ച് ഞാൻ അത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് കിട്ടുക. അപ്പോൾ അതാ ഇപ്പം മതിലും പണിയൊക്കെ കഴിഞ്ഞതാണ്. മതിലിൻ്റെയും ഗേറ്റിൻ്റെയും ഒക്കെ പണി ഇപ്പോൾ കഴിഞ്ഞ്, മുറ്റം കെട്ടലും ഒക്കെ പിളയച്ചലൂടെ കഴിഞ്ഞതാണ്. പണി കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ അവിടെ കുറേ ഇതൊക്കെ നേരാക്കി എടുക്കാനുണ്ട്. മുറ്റമൊക്കെ കുറേ റെഡിയാക്കി, എന്നാലും കുറേയൊക്കെ ശരിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള നനവൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങട്ടെ. ഞാൻ അസ്രസ്കാരത്തിന് ശേഷം ചെന്നതാണ്. അപ്പോൾ എല്ലാവരും കിടന്നുറങ്ങിയത് ഞാൻ ചെന്ന് വിളിച്ചിടയിപ്പിച്ചു കേട്ടോ എല്ലാവരും. അപ്പോൾ അവിടെ നിന്ന് ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതാ ഞാൻ മന്തിക്ക് മസാല കൂട്ടി അതേ ചട്ടി തന്നെ കേട്ടോ ബീഫ് മസാല കൂട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയിട്ടുള്ളത്. അത് ഞാൻ കഴുകി കൊണ്ടു കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ തന്നെയാണ് അവിടെ നിന്ന് മസാല കൂട്ടിയിട്ടുള്ളത് കേട്ടോ. അവിടെ 2.5 കിലോ അരിൻ്റെ ബിരിയാണി ഞങ്ങൾ വെച്ചത്. പക്ഷേ 2.5 കിലോ അരിൻ്റെ ബിരിയാണി ഞങ്ങൾക്ക് വെച്ചിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ബാക്കിയായിട്ടോ. പിറ്റേ ദിവസത്തൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. രാത്രിയിലായതുകൊണ്ട് അത്ര തന്നെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇളയച്ചി മൂന്നാർക്ക് പോയപ്പോൾ ഓള് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ കൊണ്ടുപോയി. പിന്നെ നാത്തൂന് കൊണ്ടുപോയി. ഞാൻ പിന്നെ അവിടെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചു. അത് പിറ്റേന്ന് അതിൻ്റെ അടുത്ത് ചൂടാക്കിയിട്ട് അതാണ് കഴിച്ചത് കേട്ടോ. രാവിലെ കുട്ടികൾക്ക് കൊടുത്തു, അതുപോലെ പിന്നെ കൊടുത്തു. അപ്പോൾ ഇതാണ് അടുപ്പ്. ഈ അടുപ്പിൽ നല്ല കത്തും കേട്ടോ. ചോറൊക്കെ ഞാൻ ഊറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് ദമ്മിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഇത്രയൊക്കെ തന്നെ വീഡിയോ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ. അതും ആ ഒരു ചെമ്പട്ടി തന്നെ അതിൽ കുറച്ച് അടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിൽ തന്നെ ദമ്മിട്ട് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അവിടുന്ന് പോകുന്നപ്പോഴത്തേനും ഒരുപാട് സമയമായിരുന്നു. രാത്രി 10 മണിയൊക്കെ ആയിരുന്നു. പിന്നെ കാക്കു നല്ല പനി മാറിയിരുന്നില്ല. ഹോസ്പിറ്റലിൽ രാവിലെ കൂടെ കാണിക്കുകയൊക്കെ ചെയ്തു. മാറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 2-3 ദിവസം പനിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാക്കു ഭക്ഷണമൊന്നും കഴിച്ചൊന്നുമില്ല കാര്യമായിട്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം പോകുന്നു. അപ്പോൾ 2 ദിവസത്തെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ്. ഒരു ദിവസത്തെ ഫുള്ള് വിശേഷമുണ്ട്, ഒരു ദിവസത്തെ കുറച്ച് വിശേഷമുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഞങ്ങളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ 2 വർഷത്തെ പെരുന്നാളിൻ്റെ വിശേഷം വീട്ടിലായിരുന്നല്ലോ. അപ്പോൾ ഇതിപ്പോൾ 2.5 വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പെരുന്നാളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.